ഓം ശ്രീ ഗണേശായ നമഃ. പ്രിയ ഭക്തജനങ്ങളെ, ഇന്ന് നമുക്ക് അശ്വതി നക്ഷത്രത്തെക്കുറിച്ച് പറയാം. 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതാണ് അശ്വതി. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രം പുതിയ തുടക്കങ്ങളുടെയും പ്രതീക്ഷയുടെയും ഉത്സാഹത്തിൻ്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇരുണ്ട രാത്രിക്ക് ശേഷം ഉദിക്കുന്ന പ്രഭാത സൂര്യനെ പോലെ അശ്വതി നക്ഷത്രം ജീവിതത്തിൽ പുതുവഴികൾ തുറക്കുന്ന സന്ദേശമാണ് നൽകുന്നത്. അശ്വതി നക്ഷത്രത്തിൻ്റെ അതിദേവതകൾ അശ്വിനി കുമാരന്മാരാണ്. ദേവന്മാരുടെ വൈദ്യന്മാരായ ഇവർ രോഗശാന്തിയുടെയും സേവനത്തിൻ്റെയും കരുണയുടെയും പ്രതീകങ്ങളാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ഊർജ്ജസ്വലരും സജീവരുമായിരിക്കും. പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ധൈര്യം കാണിക്കും. മറ്റുള്ളവർ മടിക്കുന്ന സമയത്ത് ആദ്യം ചുവട് വയ്ക്കാൻ ഇവർ തയ്യാറാകും. അതുകൊണ്ടാണ് പല മേഖലകളിലും ഇവർ മുൻപന്തിയിലെത്തുന്നത്. എന്നാൽ വേഗത ഒരു അനുഗ്രഹമാണെങ്കിലും അതോടൊപ്പം ക്ഷമയും ആവശ്യമാണ്. വേഗത്തിൽ ആരംഭിക്കുന്ന കാര്യങ്ങൾ സ്ഥിരതയോടെ പൂർത്തിയാക്കാൻ പഠിക്കണം. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നു, യോഗസ്ഥാ കുരു കർമാണി സംഗം ത്യക്താ ധനഞ്ജയ സിദ്ധ്യോം സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അർത്ഥം, വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ നിൽക്കുക, സമചിത്തതയോടെ കർമ്മം ചെയ്യുക, അതാണ് യോഗം. ഈ ശ്ലോകം അശ്വതി നക്ഷത്രക്കാർക്ക് വലിയ പാഠമാണ്. കാരണം ഇവർ ഉത്സാഹത്തോടെ പ്രവർത്തനം ആരംഭിക്കും. എന്നാൽ ഫലം വൈകുമ്പോൾ നിരാശപ്പെടാൻ സാധ്യതയുണ്ട്. അതിനാൽ ക്ഷമയും സ്ഥിരതയും വളർത്തണം. ഒരു ചെറിയ കഥ ഓർക്കാം. ഒരിക്കൽ ഒരു യുവാവ് ഒരു മഹർഷിയെ സമീപിച്ചു. ഗുരുവേ, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്യണം, പക്ഷേ ഞാൻ പലതും തുടങ്ങുന്നു, ഒന്നും പൂർത്തിയാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. മഹർഷി അവനൊരു വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഒരു കർഷകൻ വിത്ത് വിതയ്ക്കുകയായിരുന്നു. മഹർഷി ചോദിച്ചു, വിത്ത് വിതച്ച ഉടനെ ഫലം കിട്ടുമോ? യുവാവ് പറഞ്ഞു, ഇല്ല, വെള്ളമൊഴിക്കണം, പരിപാലിക്കണം, കാത്തിരിക്കണം. അപ്പോൾ മഹർഷി പറഞ്ഞു, ജീവിതത്തിലെ എല്ലാ നല്ല കാര്യങ്ങളും വിത്ത് പോലെയാണ്. തുടക്കം നല്ലതായിരിക്കാം, പക്ഷേ ക്ഷമയും പരിശ്രമവും ഇല്ലെങ്കിൽ വിളവുണ്ടാവില്ല. ആ യുവാവ് ആ പാഠം ജീവിതത്തിൽ സ്വീകരിച്ചു. പ്രിയപ്പെട്ടവരെ, അശ്വതി നക്ഷത്രം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. ജീവിതത്തിൽ ആദ്യ ചുവട് വയ്ക്കാൻ ധൈര്യം വേണം, എന്നാൽ വിജയത്തിലെത്താൻ സ്ഥിരതയും വേണം. നമ്മുടെ രാമായണത്തിൽ ശ്രീരാമൻ്റെ ജീവിതം ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. വനവാസം ആരംഭിച്ചപ്പോൾ തന്നെ അയോധ്യയിലേക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷേ ധർമ്മം പാലിക്കാനുള്ള സ്ഥിരതയും ക്ഷമയും കാരണം അദ്ദേഹം ലോകത്തിന് മാതൃകയായി. അതിനാൽ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: 1. നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക. 2. ക്ഷമയോടെ മുന്നോട്ട് പോവുക. 3. പെട്ടെന്നുള്ള തീരുമാനങ്ങളിൽ ജാഗ്രത പാലിക്കുക. 4. മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവം വളർത്തുക. 5. ദൈവവിശ്വാസം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അശ്വിനി ദേവതകളുടെ അനുഗ്രഹം ലഭിക്കാനായി പ്രഭാത സമയത്ത് പ്രാർത്ഥന നടത്തുന്നതും നല്ലതാണ്. ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യാണി ന മനോരഥൈ നാഹി സുപ്തസ്യ സിംഹസ്യ പ്രവിശതി മുഖേ മൃഗ. പരിശ്രമത്തിലൂടെയാണ് കാര്യങ്ങൾ വിജയിക്കുന്നത്, വെറും ആഗ്രഹം കൊണ്ടല്ല. ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തിൻ്റെ വായിലേക്ക് മൃഗങ്ങൾ സ്വയം കയറി വരില്ല. ഇതാണ് അശ്വതി നക്ഷത്രത്തിൻ്റെ സന്ദേശം. ഉത്സാഹം, പരിശ്രമം, സേവനം, ദൈവവിശ്വാസം. അശ്വതി നക്ഷത്രക്കാരുടെ സ്വഭാവം: അശ്വതി നക്ഷത്രക്കാർ സാധാരണയായി ഊർജ്ജസ്വലരായിരിക്കും. വേഗത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഇഷ്ടപ്പെടും. സഹായ മനോഭാവമുള്ളവരായിരിക്കും. സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കും. ഇവർക്ക് ഒരു സ്ഥലത്ത് നിൽക്കുന്നതിനേക്കാൾ മുന്നോട്ട് പോകാനാണ് താല്പര്യം. വ്യക്തിത്വം നോക്കുകയാണെങ്കിൽ അശ്വതി നക്ഷത്രക്കാരെ പലരും ഇഷ്ടപ്പെടുന്നത് അവരുടെ തുറന്ന മനസ്സും സൗഹൃദ സ്വഭാവവും കൊണ്ടാണ്. എന്നാൽ ചിലപ്പോൾ ക്ഷമ കുറയാം. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാം. ഒരു കാര്യം പൂർത്തിയാകുന്നതിന് മുമ്പ് മറ്റൊന്നിലേക്ക് പോവാം. അതിനാൽ ക്ഷമയും സ്ഥിരതയും വളർത്തേണ്ടത് പ്രധാനമാണ്. വിദ്യാഭ്യാസം: പഠനത്തിൽ ഇവർക്ക് നല്ല ഗ്രഹണശേഷി ഉണ്ടാവും. യോജിക്കുന്ന മേഖലകൾ മെഡിക്കൽ രംഗം, ഡോക്ടർ, നഴ്സ് തുടങ്ങിയ മേഖലകൾ.
ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഗവേഷണം, കായിക രംഗം, മാനേജ്മെൻറ്റ്. പൊതുവെ അശ്വതി നക്ഷത്രക്കാർ സേവനത്തിന് പേരുകേട്ടവരാണ്. അതുകൊണ്ട് തന്നെ മെഡിക്കൽ രംഗത്താണ് കൂടുതലായിട്ട് അവർക്ക് ശോഭിക്കാൻ സാധിക്കുക. നഴ്സിംഗ് മേഖല, മെഡിക്കൽ രംഗങ്ങൾ, അതുപോലെ സേവന രംഗത്തായിരിക്കും കൂടുതലായും അശ്വതി നക്ഷത്രക്കാർ ശോഭിക്കുക. പുതിയ അറിവുകൾ വേഗത്തിൽ സ്വീകരിക്കുന്ന കഴിവ് ഇവരുടെ ശക്തിയാണ്. തൊഴിലും കരിയറും. അശ്വതി നക്ഷത്രക്കാർക്ക് സംരംഭകത്വം സ്വാഭാവികമായി ഉണ്ടാവാം. വിജയസാധ്യതയുള്ള മേഖലകൾ ബിസിനസ്, ഡോക്ടർ, അധ്യാപകൻ, എഞ്ചിനീയർ, കൺസൾട്ടൻസി, ഭരണരംഗം തുടങ്ങിയവയിൽ ശോഭിക്കാനും സാധ്യതയുണ്ട്. ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ചില ഉയർച്ചതാഴ്ചകൾ ഉണ്ടായാലും പിന്നീട് നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും. സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ പണം സമ്പാദിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ചിലപ്പോൾ ആലോചിക്കാതെ ചെലവഴിക്കാം. പുതിയ പദ്ധതികളിൽ നിക്ഷേപിക്കാൻ താല്പര്യം കാണാം. സാമ്പത്തിക നിയന്ത്രണം പാലിച്ചാൽ നല്ല സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയും. വിവാഹ ജീവിതം സ്നേഹമുള്ള പങ്കാളിയായിരിക്കും. കുടുംബത്തെ സംരക്ഷിക്കും. ബന്ധങ്ങളിൽ ആത്മാർത്ഥത കാണിക്കും. എന്നാൽ ക്ഷമക്കുറവ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. പങ്കാളിയുടെ അഭിപ്രായം കേൾക്കാൻ പഠിക്കണം. പരസ്പര ബഹുമാനം നിലനിൽക്കുമ്പോൾ കുടുംബജീവിതം സന്തോഷകരമാവും. ആരോഗ്യം സാധാരണ ശ്രദ്ധിക്കേണ്ടത് അമിത ജോലിഭാരം ഉണ്ടാവാം, ഉറക്കക്കുറവുണ്ടാവാം, മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്രമമായ ജീവിതശൈലിയും വ്യായാമവും ഗുണകരമാണ്. ആത്മീയത. അശ്വതി നക്ഷത്രക്കാർക്ക് ഭഗവാൻ വിഷ്ണുവിനോടുള്ള ഭക്തി, ഗുരുഭക്തി, സേവന മനോഭാവം എന്നിവ വളർത്തിയാൽ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ലഭിക്കുമെന്ന് പരമ്പരാഗത വിശ്വാസമുണ്ട്. ജീവിതപാഠം. അശ്വതി നക്ഷത്രത്തിൻ്റെ സന്ദേശം: വേഗം നല്ലതാണ്, പക്ഷേ വിവേകത്തോടെയുള്ള വേഗമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. വേഗം നല്ലതാണ്, പക്ഷേ വിവേകത്തോടെയുള്ള വേഗമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത്. ധൈര്യം നിങ്ങളുടെ ശക്തിയാണ്. ക്ഷമ നിങ്ങളുടെ സംരക്ഷണമാണ്. ഭക്തി നിങ്ങളുടെ വഴികാട്ടിയാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കുന്നവരാണ്. ദൈവവിശ്വാസവും വിനയവും ചേർന്നാൽ അവർക്ക് വലിയ ഉയരങ്ങൾ കൈവരിക്കാൻ കഴിയും. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.